ഓണത്തിന് ഏറ്റുമുട്ടാൻ യുവതാരങ്ങൾ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ, നിവിൻ പോളി. മൂന്ന് സൂപ്പർ താരങ്ങൾ, മൂന്ന് വമ്പൻ സിനിമകൾ. 2026 ഓണം ബോക്സ് ഓഫീസിൽ തീപ്പാറുന്ന പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. ആരാണ് മുന്നിലെത്തുക? ഏത് സിനിമ നേടും ഏറ്റവും വലിയ വിജയം? നോക്കാം. ഓണം എത്താറായാൽ മലയാളികൾക്ക് ആഘോഷങ്ങളുടെ കാലമാണ്. അത്തപ്പൂക്കളവും സദ്യയും കുടുംബ സംഗമങ്ങളും പോലെ തന്നെ ഓണക്കാല സിനിമാ റിലീസുകളും മലയാളികളുടെ ആഘോഷത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇത്തവണയും ആ പതിവ് തെറ്റുന്നില്ല. മലയാള സിനിമയിലെ മൂന്ന് പ്രമുഖ യുവതാരങ്ങളുടെ ചിത്രങ്ങളാണ് ഒരേ സീസണിൽ തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നത്. ദുൽഖർ സൽമാൻ നായകനാകുന്ന ഐ ആം ഗെയിം, പൃഥ്വിരാജ് സുകുമാരന്റെ ഖലീഫ, നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നിവയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഓണം റിലീസുകൾ. മൂന്ന് സിനിമകളും വ്യത്യസ്ത പ്രമേയങ്ങളുമായി എത്തുന്നതിനാൽ ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ് നടക്കുന്നത്. റിലീസ് മത്സരത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഒരേ സീസണിൽ നിരവധി സിനിമകൾ റിലീസ് ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് പുതിയ കാര്യമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരു നല്ല സിനിമയ്ക്ക് എപ്പോഴും അതിന്റെ പ്രേക്ഷകരെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അതോടൊപ്പം ഖലീഫയുടെ റിലീസ് പ്ലാനിംഗ് വളരെ നേരത്തെ തന്നെ ആരംഭിച്ചതാണെന്നും മറ്റു ഓണം റിലീസുകൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ റിലീസ് തീയതി തീരുമാനിച്ചിരുന്നുവെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ മാസ് ആക്ഷൻ ത്രില്ലർ ശൈലിയിലാണ് ഒരുങ്ങുന്നത്. വലിയ ആക്ഷൻ രംഗങ്ങളും വേഗതയേറിയ ചേസ് സീക്വൻസുകളും ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മലയാള സിനിമയിലെ വിജയകരമായ കൂട്ടുകെട്ടായ വൈശാഖും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. തിരക്കഥ ഒരുക്കുന്നത് ജിനു എബ്രഹാം ആണ്. ഇവർ മുൻപ് ഒന്നിച്ച ചിത്രങ്ങൾ ശ്രദ്ധ നേടിയതിനാൽ പുതിയ സിനിമയോടുള്ള പ്രതീക്ഷയും ഉയർന്നിരിക്കുകയാണ്. കേരളത്തിന് പുറമെ ലണ്ടൻ, ദുബായ്, നേപ്പാൾ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പുരോഗമിക്കുന്നതിനാൽ ദൃശ്യഭംഗിയിലും സാങ്കേതിക മികവിലും വലിയ ക്യാൻവാസ് പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ ഖലീഫയുടെ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട വാർത്തകളും ശ്രദ്ധ നേടുകയാണ്. 2 ഭാഗങ്ങളിലായാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് വിവരം. രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ നിർണായക കഥാപാത്രമായി എത്തുമെന്ന റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിമും നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റും തങ്ങളുടെ സ്വന്തം പ്രേക്ഷക പ്രതീക്ഷകളുമായാണ് ഓണം റിലീസ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 3 സിനിമകളും വ്യത്യസ്ത ജോണറുകളിലുള്ളവയായതിനാൽ പ്രേക്ഷകർക്ക് മികച്ച തിരഞ്ഞെടുപ്പുകളാണ് ഇത്തവണ ലഭിക്കുന്നത്. ഒരു കാലത്ത് ഒരു വലിയ സിനിമ മാത്രമായിരുന്നു ഓണക്കാല തിയേറ്ററുകളെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളും ആദ്യദിന റിവ്യൂകളും വേഗത്തിൽ ബോക്സ് ഓഫീസിനെ സ്വാധീനിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ 2026 ഓണ റിലീസ് പോരാട്ടം വെറും താരമത്സരം മാത്രമല്ല, മലയാള സിനിമയുടെ വിപണിയും പ്രേക്ഷക രുചിയും വീണ്ടും പരീക്ഷിക്കപ്പെടുന്ന ഒരു പ്രധാന സീസണായി മാറുകയാണ്. ഒടുവിൽ ബോക്സ് ഓഫീസിൽ വിജയക്കൊടി പാറിക്കുക ഏത് സിനിമയായിരിക്കും എന്നറിയാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രം.